The last night of sweet freak out days of Polly Joseph. പോളി നിനക്കെന്താ ഒരു മൂഡ് ഓഫ്? ആ പെണ്ണ് മനസ്സിന്ന് പോണില്ല. പോളി അവൾക്കറിയില്ല. വിട്ടേരെ, പുതിയൊരു ജീവിതം തുടങ്ങിയല്ലേ. കരണക്കുറ്റിക്കേറ്റ അടി ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് കരുതിയാ മതി. സൂസന്നയുടെ മോതിരം ഈ വിരലിൽ വീഴുന്നതോടെ പോളി ഒരു ജെന്റിൽമാൻ ആകും. അയ്യോ, അപ്പൊ ഏലിക്കുട്ടിയെ ദമയന്തിയൊക്കെ തടയാനാണോ ഭാവം? ഒരു പുരുഷായുസ് മുഴുവൻ ഓർമ്മിക്കാനുള്ള അലവരായ തരങ്ങൾ ഞാൻ ചെയ്തു കൂട്ടി. എന്റെ കോട്ട കഴിഞ്ഞു. നാളെ മോതിരം മാറ്റം മാത്രല്ലേ ഉള്ളൂ, കല്യാണം വരെ കഴിഞ്ഞു കൂടണ്ടേ? നാളത്തെ സൂര്യോദയം മുതൽ നിന്റെയൊക്കെ ധാരണ തിരിച്ചേണ്ടി വരും. ലോലച്ചാ, എന്താ? നീ വേഗം പള്ളിയിലോട്ട് ചെല്ല്. ആ ജോസഫിനെയും കൂട്ടിക്കോ. കാലത്ത് കിടക്കരുതെന്ന് അവനോട് പ്രത്യേകം പറയണം കേട്ടോ. ആ ദേവസ്വം എല്ലാരും എത്തി, ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. സൂസൻ, ലില്ലി ഉഷൊന്നും ഇതുവരെ എത്തിയില്ലല്ലോ. ഓ, അവരുടെ വീട്ടിൽ നിന്ന് പെർമിഷൻ ഒക്കെ വാങ്ങി ഇങ്ങെത്തുമ്പോ ഏതായാലും നാളെ നേരം വെളുക്കും. അത് ശരിയാ. എന്താണ് രണ്ടുപേരും കൂടെ? ആ മോളെ, എങ്ങനെയുണ്ട് ഊട്ടിയിലെ തണുപ്പൊക്കെ? ഇത്രയും പ്രതീക്ഷിച്ചില്ല. പരാതി വല്ലതും ഉണ്ടെങ്കിൽ പോളിച്ചിനോട് നേരിട്ടങ്ങ് പറഞ്ഞാ മതി. റിംഗ് എക്സ്ചേഞ്ച് ഇവിടെ വെച്ച് നടത്തണമെന്ന് അവരായിരുന്നു നിർബന്ധം. പോളി എന്തിയെ? അവൻ ഇന്നലെ ഇങ്ങ് എത്തി, കൂടെ കുറെ ഫ്രണ്ട്സും ഉണ്ട്. എല്ലാത്തിനെയും ഒന്ന് സൽക്കരിക്കാൻ കൊണ്ടുപോയിരിക്കുക. ആ ദേവസ്യ, ഇവിടത്തെ സെക്കൻഡ് ഫ്ലോർ മുഴുവൻ നമുക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുക. വരുന്നവരെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് താമസിപ്പിക്കുക. പ്ലീസ് ഒന്ന് തുറന്നു വിടേ, പ്ലീസ്. പോലീസിന് ഫോൺ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ എത്തും.
ഏറെയാവുള്ളേ ഏറടാ. വർഗീച്ച പള്ളിയിലേക്ക് ഇറങ്ങിയപ്പോഴേ വിവരം അറിഞ്ഞത്. എന്റെ മകളുടെ ജീവിതം എനിക്ക് വലുത്. ഈ ബന്ധം ഇനി വേണ്ട വർഗീച്ച. അല്ല ദേവസ്വം, ഒന്നും പറയണ്ട, ഇത് നടക്കില്ല. കേറ്. സൂസൻ വാ. കുട്ടി വിഷമിക്കരുത്. ഇത് നടക്കാത്തത് കുട്ടിയുടെ ഭാഗ്യമായി കരുതിയാൽ മതി. ഒരുപക്ഷെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ വേദനിക്കേണ്ടി വരുമായിരുന്നില്ലേ? എന്തോ ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോ ഇതൊന്നും വേണ്ടായിരുന്നു തോന്നി. നമ്മൾ കാരണമല്ലേ കല്യാണം മുടങ്ങിയത്? രേവതി എന്താ ഈ പറയുന്നേ? അയാളെ പിന്നെ പോയിട്ട് പൂജിക്കണമായിരുന്നു. ഇഡിയറ്റ്. ഒന്ന് ചുമ്മാ ഇരിക്കും ബിന്ദു. കട്ടവന് കൈയോടെ പിടിച്ചാലും രേവുവിന് അവനോട് സിമ്പതി ആയിരിക്കും. അയ്യ ഒന്ന് പോരേവു. എനിക്കിപ്പോ തോന്നുന്നു അയാളെ പോലീസിൽ പിടിച്ചേൽപ്പിക്കല്ല വേണ്ടിയിരുന്നത്. തലയും മൊട്ടയടിച്ച് ചുണ്ണാമ്പം തേച്ച് റോഡ് നീളം നടത്തേണ്ടിയിരുന്നു ഇല്ലേ? അച്ഛൻ നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട്. പിന്നെന്താ രേവു, അയാൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത അയാൾക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നോ? ഞാൻ ആ സമയത്ത് അങ്ങോട്ട് കയറി ചെന്നോണ്ട് ദേ ഇവൾക്കൊന്നും സംഭവിച്ചില്ല. എനിക്കെന്തോ പേടിയാവുന്നു. അയാൾ ഇനിയും വന്നാലോ? ഓ അതിനിപ്പോ വേണ്ടേ? തമിഴ് പോലീസാ, ഇടിച്ചു നൂത്ത് കാണും. ആ ദേ രേവു, ഇവിടെ നടന്നോന്നും വീട്ടിൽ ചെന്ന് പറഞ്ഞേക്കല്ലേ. അച്ഛനെങ്ങാനും അറിഞ്ഞാ ഞാൻ പറയും. പറയോ? ആ പറയും. നിന്റെ ഒരു പാട്ടും കൂത്തും. ഇറങ്ങിയപ്പോഴേ അമ്മ പറഞ്ഞല്ലേ നിന്നോട് ബഹളമൊന്നും കാണിക്കാതെ അടങ്ങി നടന്നോണോന്ന്. അയാളെ നീ അടിക്കാൻ പോയതേ കുഴപ്പത്തിനൊക്കെ കാരണം. ആഹാ, എന്നാ പോയി പറ. അച്ഛനോട് പറഞ്ഞു ഓരോന്ന് സാധിപ്പിക്കാൻ എന്റെ അടുത്ത് വരുമല്ലോ, അപ്പ കാണിച്ചരവേ. ദേ വന്നേ, നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എനിക്ക് വേണ്ട. അപ്പോഴേക്കും എന്റെ ചക്കര ബുദ്ധൂസ് പിണങ്ങിയോ? പറയില്ല കേട്ടോ. ഓരോ തെറ്റ് നീ ചെയ്യുമ്പോഴും ഈ അപ്പച്ചനത് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ ആ തെറ്റുകൾ ആവർത്തിക്കുകയായിരുന്നു. പയ്യമോനെ, ഇനി എനിക്കെന്നല്ല ആർക്കും ആകില്ല നിന്നെ തിരുത്താൻ. ആ SIയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും നിന്നെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നത് അപ്പച്ചൻ ചെയ്യേണ്ടത് ചെയ്തില്ലെന്ന് ഒരിക്കൽ പോലും നിനക്ക് തോന്നരുത്. അതിനുവേണ്ടിയാ. മരിക്കാൻ നേരത്ത് നിന്റെ അമ്മച്ചിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു വിവാഹത്തിലൂടെയെങ്കിലും നിനക്ക് മാറാൻ കഴിയുമെന്ന്. സാരമില്ല, നീ തെരഞ്ഞെടുത്ത വഴിയാണ് ശരിയെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷേ ഇന്നു മുതൽ നിനക്ക് ഈ അപ്പച്ചനുമില്ലെന്ന് കരുതിക്കോ. എനിക്കൊരു മകനും. അപ്പച്ച